ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിലൊന്ന് കോലമൊക്കെ ഒന്ന് വരച്ചിടാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനുള്ള സമയമൊക്കെ കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഇടയ്ക്ക് വെച്ചിട്ട് 5 മണിക്കൊക്കെ എഴുന്നേക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ റുട്ടീനൊക്കെ മാറിയിരിക്കുകയാണ്. 6 മണിക്ക് തന്നെ ചിലപ്പോൾ എഴുന്നേക്കത്തില്ല. ചില ദിവസങ്ങളിൽ 6:15, 6:30 ആവും കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിൽക്കത്തില്ല. ശരിക്കും ഈ മോർണിംഗ് റുട്ടീൻ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ഒരുപാട് ടൈം നമുക്ക് പോകും കേട്ടോ. അത് മാത്രമല്ല, ക്യാമറ ആംഗിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, ട്രൈപോഡ് സെറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനിടയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പണികൾ ഭയങ്കരമായിട്ട് സ്ലോ ആവും. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും ഞാൻ ഈ മോർണിംഗ് റുട്ടീൻ എടുക്കുന്നത് എപ്പോഴും 5 മണിക്ക് എഴുന്നേൽക്കുന്ന സമയത്താണ്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ആയല്ലോ നമ്മുടെ മോർണിംഗ് റുട്ടീനൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ അതേ രാവിലെ കോലം ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടൊരു കോലം വരച്ചു. എന്നിട്ട് ഞാൻ ദേ വന്നിട്ട് വിളക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. തലേ ദിവസം വൈകുന്നേരം ഞാൻ വിളക്കൊക്കെ കഴുകിയതാണ്. അപ്പോൾ രാവിലെ വിളക്ക് വെക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെ കഴുകാറില്ല, ഒന്ന് തുടച്ചെടുക്കുവാണ് ചെയ്യുന്നത്. നല്ല കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കും. പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും പുതിയ പൂക്കൾ വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത് കേട്ടോ. നമ്മളെപ്പോഴും പൂജാ റൂമിൽ വെക്കുന്ന പൂക്കൾ ഒരുപാട് ദിവസത്തേക്ക് അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറയും. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ വെച്ചിട്ടാണ് പൂജ ചെയ്യേണ്ടത്. ഞാൻ പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒന്നുകിൽ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ഏതെങ്കിലും ഒരു ദിവസം ഉപ്പുദീപം വെക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്നത് തൊട്ടടുത്ത വീട്ടിൽ ആൻറ്റി പറഞ്ഞു തന്നതാണ് കേട്ടോ. പണ്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു തന്ന രീതിയിലാണ് ഞാനിപ്പോഴും ഉപ്പുദീപം വെക്കുന്നത്. അപ്പോൾ അത് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനുള്ളിലെ നെഗറ്റീവ് എനർജി പോവാനും വീടിനുള്ളിലും നമുക്കും മാനസികമായിട്ട് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടാനും ഒക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വെക്കാറുണ്ട്. ഇതുപോലൊരു ബൗളിനകത്ത് കല്ലുപ്പ് വെച്ചിട്ട് 2 ഇടിഞ്ഞിൽ വെച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആൻറ്റി പറഞ്ഞു തന്ന രീതിയിലാണ് വെക്കുന്നത്. വേറെയും ഒരുപാട് രീതിയിലൊക്കെ ആളുകൾ വെക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ നിറച്ച് കല്ലുപ്പ് എടുത്ത് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ, ഒന്നെങ്കിൽ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലോ ഒക്കെ നമുക്ക് വെക്കാം. എന്നിട്ട് ആഴ്ച തോറും ഇത് മാറ്റണം. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ വിളക്ക് വെച്ചതിന് ശേഷം ഈ ബൗളിൽ ഇങ്ങനെ വെച്ചിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് അത് മാറ്റുക. അതായത് ആ ഉപ്പ് നമ്മൾ ഒരിക്കലും ചവിട്ടുന്ന ഭാഗത്തൊന്നും വെക്കാനായിട്ട് പാടില്ല എന്ന് പറയും. നമ്മളതെപ്പോഴും ഒഴുകുന്ന വെള്ളത്തിൽ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സിങ്കിനകത്താണ് ഒഴിച്ചു വിടുന്നത്. എന്നിട്ട് നന്നായിട്ട് വെള്ളം തുറന്ന് വിട്ടേക്കും കേട്ടോ. ഇല്ലെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് ഇത് ഉപ്പ് അലിയിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക. ചവിട്ടുന്ന ഭാഗത്ത് ഒഴിക്കരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പ് ഇങ്ങനെ വീടിനുള്ളിൽ എവിടെയെങ്കിലും വെക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കാണത്തില്ലല്ലോ. ഇടയ്ക്ക് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും വഴക്കോ ബഹളോ അല്ലെങ്കിൽ നമുക്ക് തന്നെ മാനസികമായിട്ട് ഒരു പ്രശ്നമൊക്കെ തോന്നുന്ന സമയത്തൊക്കെ നെഗറ്റീവ് എനർജി ബാധിച്ചു എന്ന് പറയും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഉപ്പിൻ്റെ പ്രയോഗം ചെയ്യാം. അതുപോലെ തന്നെ ലെമൺ വെച്ചിട്ടും ചെയ്യുന്ന കുറച്ച് ടെക്നിക്കൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ല. ഈ ഉരുളിയിൽ പൂക്കൾ ഇടുന്നത് പോലും വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നിലനിർത്താനാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വീടിനുള്ളിൽ പൂക്കൾ ഇങ്ങനെ ഉരുളിയിൽ ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഞാൻ എപ്പോഴും ക്ഷേത്രത്തിൽ പോകുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ കയറിയിട്ട് പൂക്കൾ ഇങ്ങനെ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് ജമന്തിക്ക് ഒരു കവറിൽ നമുക്ക് 20 രൂപയ്ക്ക് കിട്ടും. അത് 2-3 പാക്കറ്റ് ചേർത്ത് ഞാനിങ്ങനെ മേടിച്ച് വെച്ചേക്കും. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ വീണ്ടും മേടിക്കും കേട്ടോ. എനിക്ക് ഒരാഴ്ചത്തേക്ക് വരാറുണ്ട്. ചില എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ കുറച്ചധികം തന്നെ പൂക്കൾ ഞാൻ ഉരുളിയിലും അതുപോലെ പൂജാ റൂമിലും ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു 3 പാക്കറ്റ് തന്നെ കൃത്യമായിട്ട് കറക്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലെമൺ റൈസും പൊട്ടറ്റോ ഫ്രൈ ആണ് ചെയ്യുന്നത്. പിന്നെ രാവിലത്തെ നമ്മുടെ മോർണിംഗ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പെരുംജീരകവും നല്ല ജീരകവും ഒരേ അളവിന് ഓരോ സ്പൂൺ വെച്ച് എടുത്തിട്ട് ഞാൻ കാണിച്ചില്ല, ഒരു കപ്പിനകത്ത് നിറച്ച് തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുന്നേ ഞാൻ വെറും നല്ല ജീരകം മാത്രം വെള്ളത്തിൽ കുതിർത്തിട്ട് അങ്ങനെ കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയല്ല, ഒരു സ്പൂണ് പെരുംജീരകവും അതേ അളവിന് തന്നെ നല്ല ജീരകവും. ഇത് എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു തന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വെറും വയറ്റിൽ രാവിലെ കുടിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ അത് പോവും. പിന്നെ വെയിറ്റ് ലോസിന്
നല്ലതാണ്. നമുക്ക് ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല റിലീഫ് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് 1 മാസത്തോളം ആയിട്ട് ഞാനിത് തന്നെയാണ് കുടിക്കുന്നത്. ഞാനും ഹസ്ബൻഡും കുടിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ജീരകത്തിലേക്ക് ഇട്ട് വെച്ചേക്കും. ഇനി അതൊരു ചെറു ചൂടോടുകൂടി കുടിക്കും. ആമി സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂട് കാണും അതിൽ. പിന്നെ ലെമൺ റൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ നല്ല സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ലെമൺ റൈസ്. പിന്നെ ഞാൻ കൂടുതലും ആമി സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ വെറൈറ്റി റൈസസ് ആണ് ചെയ്യുന്നത്. ലെമൺ റൈസും ടൊമാറ്റോ റൈസും അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രിഞ്ചി എന്ന് പറയുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. പിന്നെ കുഷ്ക എന്ന് പറയുന്നത് പ്ലെയിൻ ബിരിയാണിയാണ്. നമ്മൾ ഒന്നും ഇടാതെ വെജിറ്റബിൾസും നോൺ വെജും ഒന്നും ഇടാതെ വെറുതെ ചെയ്യുന്ന ബിരിയാണിയാണ് കുഷ്ക എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കി. ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ്, കുക്കറിൽ ചെയ്തതാണ്. അത് കൈമ റൈസിലാണ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇവിടെ ആമിക്കും ഹസ്ബൻഡിനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഞാൻ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എടുത്തത് മുട്ടക്കറി ആയിരുന്നു. അപ്പോൾ എന്ത് സൈഡ് ഡിഷ് വേണമെങ്കിലും അതിനോടൊപ്പം കഴിക്കാം. നോൺ വെജോ വെജോ ഒക്കെ കഴിക്കാം കേട്ടോ. പിന്നെ ദീപാവലി ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെയായി, നിങ്ങൾ ദീപാവലിയുടെ വിശേഷങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഇത്തവണ നമ്മൾ ദീപാവലി വളരെ സിമ്പിളായിട്ടാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി പടക്കവും പൊട്ടാസൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. ഇത്തവണ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ മഴയാണ് കേട്ടോ. അത് മാത്രമല്ല ഹസ്ബൻഡിന് ഡ്യൂട്ടി കാണും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കരുതി. നമുക്ക് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും അതിനോടുള്ളൊരു ഭ്രമമൊക്കെ പോകുമല്ലേ. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയെങ്കിലും ആഘോഷിക്കുന്നത്. നാട്ടിലായിരുന്നപ്പോഴത്തേക്കും ഒരാഘോഷവും ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കാറില്ല. ഞാനത് ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പം ഞാൻ തന്നെയാണ് ഹസ്ബൻഡിനോട് പറഞ്ഞത് ഇത്തവണ നമുക്ക് സിമ്പിളായിട്ട് ചെയ്താൽ മതിയെന്ന്. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ദീപാവലി വിശേഷങ്ങളൊക്കെ. പിന്നെ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സൺഡേ ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും കേട്ടോ. അത് എനിക്ക് ഉറപ്പില്ല. ദീപാവലി സ്നാക്സ് റെസിപ്പീസ് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വ്ളോഗ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റ് പോസ്റ്റിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 1-2 സ്നാക്സ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത്രയൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ ദീപാവലി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഷത്തെ ദീപാവലി സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വ്ളോഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ദീപാവലി വിഷസ് നേരുവാണ്. നാട്ടിൽ അത്രത്തോളം ആഘോഷം ഇല്ല എന്നാണ് തോന്നുന്നത് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെയൊക്കെ ഭയങ്കര വൈബാണ്. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. എല്ലായിടത്തും പടക്കവും പൊട്ടാസിൻ്റെ കടകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. ഇനി വേണം പോകാനായിട്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നുണ്ടല്ലോ, ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ ഒഡീഷ ഗേളിൻ്റെ ഒരു വ്ളോഗ് കാണാൻ തുടങ്ങി. ഈ റീസെൻ്റ് അല്ല, 2 വർഷം കൊണ്ട് ഞാൻ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ആ കുട്ടി വ്ളോഗിനകത്ത് ഹോം ബോഡി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം ബോഡി എന്ന് പറയുന്നത് ഹോം മേക്കർ ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ വിശ്വസിച്ച് വെച്ചിരുന്നത്. പക്ഷേ എനിക്കത് എന്താണെന്ന് അറിയാൻ വേണ്ടിയൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ആ വേർഡിൻ്റെ മീനിങ് എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങൾ ഇത് മുഴുവനായിട്ടും കേട്ടതിന് ശേഷം നിങ്ങളൊരു ഹോം ബോഡി ആണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം നിങ്ങളിൽ പലർക്കും ചിലപ്പം അറിയാമായിരിക്കാം. എനിക്ക് അറിയത്തില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പം എന്നെപ്പോലെ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ഒരു പുതിയൊരു ഇൻഫർമേഷൻ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി അതുകൊണ്ട് പറയുന്നതാണ്. അതായത് ഹോം ബോഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോം മേക്കർ അല്ലെങ്കിൽ ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്നത് വീട്ടമ്മമാരെയാണല്ലോ പറയുന്നത്. പക്ഷെ ഹോം ബോഡി എന്ന് പറയുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വീടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ അവർ പുറത്തങ്ങനെ അധികം പോകാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും കേട്ടോ. ഒട്ടും പോകാത്ത ആൾക്കാരാണ് അവർ. ഏറ്റവും കൂടുതൽ വീടിനുള്ളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ അവരോടിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോകാൻ ആവശ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടനെ പറയും OTT പ്ലാറ്റ്ഫോമിൽ സിനിമ കണ്ടോളാം, അല്ലെങ്കിൽ പുറത്ത് പോയി ഷോപ്പിംഗ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ പറയും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒട്ടും പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ മാത്രം കഴിയുന്ന ആളുകളാണ്. അതിപ്പോൾ ലേഡീസ് ആവാം, ജെൻസ് ആവാം, ഏത് ആൾക്കാർ വേണമെങ്കിലും ആവാം കേട്ടോ. അവർക്ക് വീടിനോട് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻറ്റും വല്ലാത്തൊരു ആത്മബന്ധമൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇത്തരം ആളുകൾ കുറച്ചൊന്ന് ഇൻട്രോവേർട്ടും ആയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് കൂടുതലായിട്ടും ആസ്തെറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കോസി ആയിട്ടുള്ള ലൈഫാണ് അവർക്ക് ഇഷ്ടം. അപ്പം ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്കും ചില ദിവസങ്ങളിൽ എന്നോട് ഹസ്ബൻഡ് പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ വരുന്നില്ല, ഞാൻ വീട്ടിലിരുന്നോളാം, എനിക്ക് വീട്ടിലിരിക്കാൻ
ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഞാനും ഈ വീടിനെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ. കാരണം 3 വർഷം ഞാൻ എൻ്റെ കോളേജിൽ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ടേ ഞാൻ താമസിക്കുന്ന ഇടത്തോടെ എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധമാണ്. അതേപോലെ തന്നെ ഞാൻ താമസിച്ചിരുന്ന എൻ്റെ നാട്ടിലത്തെ എൻ്റെ വീടാണെങ്കിലും എൻ്റെ റൂമാണെങ്കിലും എൻ്റെ ഒരു ലോകമായിരുന്നു കേട്ടോ അത്. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ പറയുകയും വേണ്ട, ആരുടെയും ശല്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ വീടുമായിട്ട് മാത്രമുള്ളൊരു ലൈഫായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങളോട്, വീടിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്കും നമ്മളോട് പറയാനായിട്ട് ഒരു കഥയുണ്ടാവും, നമ്മളോട് എന്തെങ്കിലും ഒരു സ്റ്റോറി അല്ലെങ്കിൽ നമുക്കൊരു മെമ്മറി തരുന്ന ഒരു ഇടമാണ് നമ്മുടെ വീടെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഒരു പ്രശ്നം എനിക്ക് മാത്രമാണോ ഉള്ളതെന്ന്. പക്ഷേ എനിക്ക് ഈ ഒരു ഹോം ബോഡി എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹോം ബോഡി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഞാനൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഹോം ബോഡി അല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകാറുണ്ട് ഇപ്പോൾ. പക്ഷേ ഇതിന് മുന്നേ ഉള്ളൊരു ലൈഫിൽ, അതായത് നമുക്ക് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ താഴെ ആയിരുന്ന സമയത്ത്, അനിയൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് പുറത്ത് പോകുന്നതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ ഹസ്ബൻഡ് നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രം പുറത്ത് പോകുന്നൊരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഞാനൊരു ഹോം ബോഡിയിൽ നിന്ന് മാറിയ ഒരു വ്യക്തിയാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായി എന്ന് അറിയത്തില്ല. അപ്പം നിങ്ങളൊരു ഹോം ബോഡി ആണോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പം നിങ്ങൾക്ക് ഈ വേർഡിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് പുറത്തൊന്നും പോകാതെ വീടിനെ സ്നേഹിച്ച് വീട്ടിൽ മാത്രം എന്തെങ്കിലും ഒരു പാഷനോ, നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രോയിങ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. വീടിനെ സ്നേഹിച്ചുകൊണ്ട് വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ആളുകളെയാണ് ഹോം ബോഡീസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ നിങ്ങളെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുതേ. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പം ഞാനൊരു ഹോം ബോഡി അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യമൊക്കെ പറയുന്നതിനിടയിൽ ആമി ഞങ്ങൾ സ്കൂളിൽ വിട്ടതിന് ശേഷം ഒന്ന് ക്ഷേത്രത്തിൽ പോകാനായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദേവി ക്ഷേത്രത്തിലാണ് പോയത്. അപ്പം നമ്മൾ ദേവി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ദേവിക്ക് വേണ്ടിയിട്ട് ചാർത്താനായിട്ട് എന്തെങ്കിലും ഒരു പൂക്കൾ ഉള്ള ഹാരം, മാല മേടിച്ചു കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ട്. ഇവിടെ മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഗണപതിക്ക് ഒരു അരികമ്പുല്ല് അല്ലെങ്കിൽ കറുകപ്പുല്ല് ഒരു പിടി മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് നമ്മൾ താമരപ്പൂവ് സമർപ്പിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ അരളി മാലയോ അല്ലെങ്കിൽ മുല്ലപ്പൂ മാലയോ എന്തെങ്കിലും ഒരു മാല. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് വെറും കൈയോടെ പോകരുതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പൂവ്, ഒരു പുഷ്പം നമ്മൾ സമർപ്പിക്കാറുണ്ട് ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ വീഡിയോ ഒന്നും എടുക്കണ്ട, പണിയെല്ലാം രാവിലെ ഒതുങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ വീട്ടിൽ വന്നപ്പോഴേക്കൊണ്ട് അടുത്ത പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ട് അതിൻ്റെ പൈപ്പ് എടുത്ത് ഓസ് എടുത്ത് ഞാൻ ആ ഒരു പുറത്തേക്ക് ഡ്രെയിനേജിലോട്ട് വിടാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതെല്ലാം കൂടി വെള്ളം ലീക്കായിട്ട് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ട്. അപ്പോൾ അത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇതിനിടയിൽ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടി, പൊങ്കലാണ് കിട്ടിയത്. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചിട്ട് വയറ് നിറയാത്തത് കൊണ്ട് ഒരു പൊടിദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി. അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ കാര്യം പറഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് ഇവിടെ വെള്ളമൊക്കെ കളഞ്ഞത്. അപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന ഉടനെ തന്നെ കഴുകാനായിട്ടുള്ള തുണികൾ ഇങ്ങനെ ഇട്ടിട്ടാണ് കഴിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ കഴിച്ചിട്ട് കയറി വന്നപ്പോഴത്തേക്കും കൊണ്ട് ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞ് അത്രയും വെള്ളമായി കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. എനിക്ക് ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സമാധാനിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ ഒരു പണി കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ വന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി, എനിക്ക് ഫാൻ ഒന്ന് ക്ലീൻ ചെയ്ത് തരാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ ഇതൊന്ന് ഈ ഒരു ചെറിയൊരു മുറം ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് വേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ അല്ലാതെ കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ ഈ ഒരു മുറം. അപ്പം ഇതിലിങ്ങനെ വെള്ളം ചൂല് കൊണ്ടിങ്ങനെ തൂത്ത് വാരി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് മോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അതിനിടയിൽ തന്നെ എനിക്ക് ഫാനും കൂടി ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട്. അത് പിന്നെ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെ കൂടെ നടക്കണം. അത് എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അത് എന്നെ ധാരാളം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലോർ മാറ്റ് എല്ലാം ഇത് നനഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈയോടെ തന്നെ വീടിനകത്ത് കിടക്കുന്ന എല്ലാ ഫ്ലോർ മാറ്റും ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ബാത്റൂമിലിട്ട് കഴുകിയതാണ്. ഇനി അതെല്ലാം കൂടി കൊണ്ടുപോയി വിരിക്കാം.
അത് കഴിഞ്ഞിട്ട് പുതിയ നമുക്ക് മീഷോന്ന് എടുത്തിട്ടുള്ള ബാക്കിയുള്ള കുറച്ച് ഫ്ലോർ മാറ്റ്സുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിനിടയിൽ തന്നെ ഹസ്ബൻഡ് ഇതേ നമ്മുടെ റൂമിലുള്ള ഫാനും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബെഡ് കവർ മാറ്റിയിട്ടില്ല, ബെഡിൽ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഡസ്റ്റായി. ഇനി ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ റൂം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ദീപാവലിയുടെ ഭാഗമായിട്ട് നമുക്ക് വീട് എന്തായാലും ക്ലീൻ ചെയ്യണമായിരുന്നു. ഫാനായിട്ട് ഇനി മാറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തതാണേ. അപ്പം അങ്ങനെ ഫാനെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇനി വേറെ പണിയൊന്നും ഇല്ല. അപ്പം അങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ട് ഇത് മൊത്തത്തിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാനും അതുപോലെ തന്നെ 2 ജനാലയും തുറന്നിട്ടാലേ ഇത് ഉണങ്ങി കിട്ടത്തുള്ളൂ കേട്ടോ. കുറേ ടൈം എടുക്കും. കിച്ചണിലെ ഭാഗത്ത് നമുക്ക് കാറ്റ് കിട്ടുന്നത് വളരെ കുറവാണ്. ഇതിനിടയിൽ തന്നെ ഞാൻ റൂമെല്ലാം അടിച്ചു വാരി ക്ലീൻ ചെയ്ത് ഫുൾ ഡസ്റ്റിങ് ചെയ്തെടുത്തിട്ട് ഞാൻ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ടെറസിൻ്റെ മേലെ വന്നു. നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ മാറ്റ് എല്ലാം വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡും കൂടി എന്നോടൊപ്പം മേലെ വന്നതാണ്. അപ്പോൾ ഞാൻ മേലെ പോകുന്ന സമയത്ത് ഹസ്ബൻഡ് വന്നിട്ട് മേലെ ഇങ്ങനെ ആ ഒരു ടാങ്ക് ഇരിക്കുന്നില്ല, അവിടെ കയറി നിന്നിട്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഹസ്ബൻഡിന്. അപ്പോൾ അങ്ങനെ പുള്ളി അതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതേ താഴെ വന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ടേബിൾ ഫാനും കൂടി ക്ലീൻ ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കൈയോടെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദീപാവലിക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേകം ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തേക്കുന്നത്. ആമി സ്കൂൾ വിട്ട് വന്നിട്ട് അവളെ ട്യൂഷന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് ഓഫീസിൽ പോവേണ്ടാത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് വീട്ടിലുള്ളത് കൊണ്ട് രാവിലെ ഞങ്ങളിന്ന് നടക്കാൻ പോയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് പോകാമെന്ന് കരുതി. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റാറില്ല കേട്ടോ. രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ വ്യാഴാഴ്ചയും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വരാൻ നോക്കും. ഹസ്ബൻഡിന് മീറ്റിങ്ങോ ജോലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരത്തില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈവനിങ് ടൈമിൽ വരുന്നത്. സാധാരണ ഹസ്ബൻഡ് മോളെ ട്യൂഷന് കൊണ്ടുപോയി വിട്ടിട്ട് ഹസ്ബൻഡ് ഇവിടെ വന്ന് നടക്കുവാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഈ പാർക്കിൻ്റെ ഇവിടെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയം കൂടിയാണ്. പിന്നെ നമ്മുടെ ഈ കുളമൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഒരിക്കൽ ആരോ ചോദിച്ചതാണ്, ഞാൻ ഒരു വ്ളോഗിൽ പറഞ്ഞായിരുന്നു ഇത് കുളമാണോ എന്ന്. അപ്പോൾ ഇതിങ്ങനെ ചെറിയൊരു ലേക്ക് പോലത്തെ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇവിടുത്തെ ഇത് അവരങ്ങനെ കുളം പോലെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് സൈഡൊക്കെ കെട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. അതിന് ചുറ്റും ഒരു പാർക്കാക്കി വെച്ചേക്കുന്നതാണ്. തൊട്ട് പുറകിൽ തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിലേക്കുള്ള വെള്ളമൊക്കെ അവർ ഈ കുളത്തിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ ആ കുളത്തിനകത്ത് ഒത്തിരി മീനൊക്കെ ഉണ്ട് കേട്ടോ. മീനുണ്ട്, ആമയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഞങ്ങൾ എന്തായാലും ആമിക്ക് ട്യൂഷൻ കഴിയാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. അങ്ങനെ എന്തായാലും ഒന്ന് മാർക്കറ്റിൽ പോകാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് കുറച്ച് പൂക്കൾ മേടിക്കണമായിരുന്നു കേട്ടോ. ജമന്തി പൂക്കളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ മാർക്കറ്റിൽ കയറില്ല, അത് വേറൊരു ക്ഷേത്രത്തിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഇതേ മാർക്കറ്റിൽ വന്നു. അപ്പോൾ എനിക്ക് ഈ മാർക്കറ്റിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആമിക്കും ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് വന്നതാണ്. അങ്ങനെ വന്ന വഴിക്ക് എന്തായാലും ഹസ്ബൻഡിന് പിന്നെ ചീര മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കുറച്ച് മുരിങ്ങച്ചീരയൊക്കെ മേടിച്ചതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് അമ്പത്തൂർ മാർക്കറ്റിലാണ്. ഞങ്ങൾ ചില സമയത്ത് വില്യവാക്കം മാർക്കറ്റിൽ പോകും, ചിലപ്പോൾ അമ്പത്തൂർ മാർക്കറ്റിൽ പോകാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആമിയെ കൊണ്ടുപോയി ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇവിടെ മൊത്തം നല്ല അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, അതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.